30-കാരനായിട്ടുള്ള ആളുടെ ലാസ്റ്റ് മാച്ചിലെ 2 ഗോളുകൾ, എക്സ്പെഷ്യലി ആ ഒരു ഹെഡറൊക്കെ ഐ ലൈക്ഡ് ഇറ്റ്, ഐ എൻജോയ്ഡ് ഇറ്റ്. ആളും ഫാമിലിയും ബർത്ത്ഡേയും കാര്യങ്ങളൊക്കെ സെലിബ്രേറ്റ് ചെയ്യണു. അടുത്ത മാച്ച് 40 വയസ്സുകാരനായിട്ടുള്ള ഫസ്റ്റ് മാച്ച് ആൻഡ് ആ മാച്ചിലും ആൾ സ്കോർ ചെയ്യണു. അൽ നസർ വേഴ്സസ് അൽ ഫൈഹ, ദ ബെസ്റ്റ് ലീഗ് ഇൻ ദ വേൾഡ്. അൽ നസർ 3 ഗോളിനൊക്കെയാണ് ജയിച്ചത്. അവരുടെ ന്യൂ സൈനിങ് ജോൺ ഡുറാൻ 2 ഗോൾസ് സ്കോർ ചെയ്തു. ആൻഡ് ഓഫ് കോഴ്സ് ഒരു പുതിയ ഡെക്കേഡിലെ CR7ന്റെ ഫസ്റ്റ് ഗോൾ. ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ എന്നൊന്നും പറഞ്ഞ് കണ്ണി കണ്ട പെൺകുട്ടികളെ അടുത്ത് പോകണ്ട, ചിലപ്പോൾ പോക്സോ അടിച്ചു കിട്ടും. ബട്ട് CR7ന്റെ കേസിലും ഫുട്ബോളിന്റെ കാര്യത്തിലും നമുക്ക് ആ ഒരു കോട്ട്, ആ ഒരു സെന്റൻസ് വേണമെന്നുണ്ടെങ്കിൽ പറയാം, അത് മാച്ചിങ് ആണ്. ഏജിങ് ലൈക്ക് എ ഫൈൻ വൈൻ. ഞാൻ കുറെ മീറ്റ് റൈഡ് ചെയ്യണില്ല, അല്ലെങ്കിൽ എനിക്കൊരു പേര് ദോഷമുണ്ട്, ഞാൻ CR7 പൊക്കി അടിക്കും എന്ന് പറഞ്ഞിട്ട്. അങ്ങനൊന്നുമല്ല. 40-ാം വയസ്സിലും എക്സ്പെഷ്യലി ആൾ ഇന്നലെ അടിച്ച ഗോള് ഇറ്റ് വാസ് ഗുഡ്. കാരണം ആ ഒരു ഡിഫൻഡർ അത് ഈസി ആയിട്ട് ടാക്കിൾ ചെയ്യും എന്നൊക്കെ വിചാരിച്ചു കൊടുത്തെന്നാണ് ആൾ അത്രയും സ്പീഡിൽ കഷ്ടപ്പെട്ട് ഓടി വന്ന് ഗോൾ സ്കോർ ചെയ്തത്. അതൊക്കെ ഞാൻ ആക്ച്വലി നല്ലതാന്ന് തന്നെ പറയും. ആൻഡ് ഓഫ് കോഴ്സ് അതിന് മുന്നത്തെ മാച്ചിൽ ആ ഒരു ഹെഡർ, ഐ എൻജോയ്ഡ് ഇറ്റ്, റിയലി എൻജോയ്ഡ് ഇറ്റ്. ജോൺ ഡുറാന്റെ സൗദി പ്രോ ലീഗ് ഡെബ്യൂ കൂടെ ആയിരുന്നു. ഹി സ്കോർ 2 ഗോൾസ്. ആളുടെ ഫസ്റ്റ് ഗോളൊക്കെ അടിപൊളിയായിരുന്നു. ബട്ട് നിങ്ങൾക്ക് അറിയണ പോലെ ഹി കാൻ ഫൂൾ മീ. അൽ ഹിലാലിനെതിരെ, അൽ ഇത്തിഹാദിനെതിരെ, അങ്ങനെയുള്ള ടീമിനെതിരെ ഗോൾ അടിക്ക്, അപ്പം ഞാൻ സമ്മതിച്ചുതരാം. അൽ നാസറിനെ കുറിച്ചിട്ട് ഓവറോൾ ദേ ആർ എ മിഡ് ടീം, ഒന്നും സ്പെഷ്യലായിട്ട് കാണിക്കണില്ല, പക്ഷെ അവർ തട്ടിക്കൂട്ടി ഇങ്ങനെ ജയിച്ചു പോകുന്നുണ്ട്. ലീഗിന്റെ കാര്യത്തിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർക്ക് പ്രത്യേകിച്ച് ചാൻസസ് ഒന്നുമില്ല. AFC ചാമ്പ്യൻസ് ലീഗാണ് ഇനി എന്തെങ്കിലും ഒരു ചാൻസ് ഉള്ളത്. അതിന് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണണം. ആകെ ഒരു എക്സൈറ്റ്മെന്റ് തരുന്ന ഒരു ഫാക്ടർ CR7 സ്റ്റാറ്റ് പാഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. എല്ലാ മാച്ചിലും അറ്റ്ലീസ്റ്റ് 1 സൂ വെച്ച് കാണുന്നുണ്ട്. വേറെപ്പം എന്താ, ഫുട്ബോൾ വേൾഡിലെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. EFL കപ്പിന്റെ ഫൈനലായിട്ട് ന്യൂകാസിൽ യുണൈറ്റഡ് വേഴ്സസ് ലിവർപൂൾ ആണ് വരുന്നത്. ലിവർപൂൾ 4-ത്തിനൊക്കെ ടോട്ടനത്തിനെ പൊട്ടിച്ചിട്ടുണ്ട്. FA കപ്പിലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ലെസ്റ്റർ സിറ്റിക്കെതിരെ കഷ്ടപ്പെട്ട് ഒരു ഓഫ് സൈഡ് ഗോൾ എന്തൊക്കെയോ അടിച്ചൊക്കെ ജയിച്ചിട്ടുണ്ട്. ജയിച്ചല്ലോ, ഖൈർ. ആൻഡ് ലാലിഗയിൽ മാഡ്രിഡ് ഡെർബി, ഈ ഒരു ലാലിഗ ആരടിക്കുന്ന കുറച്ചൊക്കെ തീരുമാനിക്കാൻ പറ്റുന്ന ഒരു ക്രൂഷ്യൽ മാച്ച്. റയൽ മാഡ്രിഡ് ജയിച്ച അവർക്ക് അത്ലറ്റിക്കോന്റെ മേലെ 4 പോയിന്റിന്റെ ലീഡ് കിട്ടും. തോറ്റു കഴിഞ്ഞ അത്ലറ്റിക്കോ മാഡ്രിഡ് 1-ാം സ്ഥാനത്തേക്കും പോവും. സോ എക്സൈറ്റഡ്.